ക്ഷണിക്കാത്ത വിവാഹത്തിനെത്തി മോഷണം നടത്തി മുങ്ങുന്ന വിരുദ്ധന്മാരുണ്ട്. കാസർഗോഡ് ചെമ്മീനിയിൽ അത്തരത്തിൽ വിവാഹ വീട്ടിലെത്തി അക്രമം കാട്ടി കവർച്ച നടത്തിയ ഒരു മോഷ്ടാവ്. കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി വയോധികയുടെ സ്വർണ്ണ കമ്മലാണ് കള്ളൻ കവർന്നത്. ക്ഷണക്കത്തിലെ മേൽവിലാസം നോക്കിയാണ് മോഷ്ടാവായ ഗുജറാത്ത് സ്വദേശി ബക്സു അലി വിവാഹ വീട്ടിലെത്തുന്നത്. മോഷണം നടത്തി മുങ്ങിയ പ്രതിയെ 500-ലേറെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് പൊക്കിയത്. ഏപ്രിൽ 12-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പട്ടോളി തൊടുവളത്തെ നാരായണിയുടെ 3/4 പവൻ വരുന്ന സ്വർണ്ണ കമ്മലാണ് സ്കൂട്ടറിലെത്തിയ മോഷ്ടാവ് കത്തി കഴുത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തി കവർന്നത്. നാരായണിയുടെ പേരക്കുട്ടിയുടെ വിവാഹത്തിനായി കുടുംബാംഗങ്ങളെല്ലാം പോയ സമയത്തായിരുന്നു കവർച്ച. ഈ സമയം നാരായണി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. സ്കൂട്ടറിൽ വീട്ടിലെത്തിയ പ്രതി വെള്ളം ചോദിച്ചു. വെള്ളമെടുക്കാനായി നാരായണി അകത്തേക്ക് പോയപ്പോൾ വീടിനകത്ത് കയറിയ പ്രതി മേശയിലുണ്ടായിരുന്ന 3000 രൂപ കൈക്കലാക്കി. യുവാവിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ നാരായണി തന്ത്രപരമായി കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാല ഒളിപ്പിച്ചു വെച്ചിരുന്നു. തുടർന്ന് പ്രതി കത്തി കഴുത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തി സ്വർണ്ണക്കമ്മൽ ഊരി വാങ്ങി രക്ഷപ്പെടുകയായിരുന്നു. 2 മാസത്തിലേറെ നീണ്ട അന്വേഷണത്തിൽ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ചാണ് നാടകീയമായ കവർച്ചയിൽ പോലീസ് പ്രതിയിലേക്ക് എത്തിയത്. പെരിങ്ങോം CRPF ക്യാമ്പിൽ ട്രെയിനിയായ ജ്യേഷ്ഠന്റെ മകനെ കാണുന്നതിനാണ് ഗുജറാത്ത് സ്വദേശി ബക്സു അലി കേരളത്തിലെത്തിയത്. ആദ്യമായി കേരളത്തിലെത്തുന്ന പ്രതി ട്രെയിനിൽ പരിചയപ്പെട്ട ഗുജറാത്ത് സ്വദേശിയുടെ ബൈക്ക് 2000 രൂപയ്ക്ക് വാടകയ്ക്കെടുത്ത് CRPF ക്യാമ്പിലെത്തി ബന്ധുവിനെ കണ്ട് മധുര പലഹാരങ്ങൾ നൽകി മടങ്ങി. പയ്യന്നൂരിലേക്ക് മടങ്ങുന്ന വഴിയിൽ മാത്തിൽ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വിവാഹം നടക്കുന്നത് കണ്ട് പ്രതി അവിടെ എത്തി. വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ സ്ത്രീയുടെ ബാഗ് മോഷ്ടിച്ചു. അതിലുണ്ടായിരുന്ന വിവാഹ ക്ഷണക്കത്തിൽ നിന്നാണ് വധുവിന്റെ വീടിന്റെ വിലാസം ലഭിച്ചത്. തുടർന്ന് നാട്ടുകാരോട് വഴി ചോദിച്ചാണ് ചീമേനി പട്ടോളിയിലെ വീട്ടിലെത്തിയത്. സ്വർണ്ണക്കമ്മൽ കവർന്ന ശേഷം പ്രതി ഗുജറാത്തിലേക്ക് മടങ്ങി. 500-ലധികം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത്. CRPF ക്യാമ്പിന്റെ ഉള്ളിലേക്ക് സ്കൂട്ടർ യാത്രികൻ പോയതായി കണ്ടു. അങ്ങനെയാണ് ഈ പ്രതിയുടെ CDR മറ്റു വിവരങ്ങളും നോക്കിയപ്പോൾ ഗുജറാത്തിലുള്ള ആനന്ദിലുള്ള ബക്സു അലി എന്നയാളാണെന്ന് മനസ്സിലായത്. കാഞ്ഞങ്ങാട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തെളിവെടുപ്പിനായി പ്രതിയെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.